ഹായ് ഓൾ. അപ്പം സർജറി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 5 ദിവസത്തോളമായിട്ടുണ്ട്. കുറേയധികം മെസ്സേജസ് വരുന്നുണ്ട്. എനിക്ക് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഞാൻ മെസ്സേജസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് റിപ്ലൈ തരാൻ സാധിക്കുന്നില്ല. കുറേയധികം മെസ്സേജസും സ്റ്റോറി റിപ്ലൈസ് അത് ഇതെല്ലാം വന്ന് കിടപ്പുണ്ട്. റിയലി സോറി, എനിക്ക് മെസ്സേജ് തിരിച്ച് റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടുണ്ട്. ടീം എന്നാൽ ചിലവർക്ക് ചെയ്യുന്നുണ്ട് താനും. അങ്ങനെ സർജറി കഴിഞ്ഞു. ഒരു 2 റോഡ് ഇട്ടിട്ടുണ്ട്. ഒരു 2 മാസത്തേക്ക് പണിയാണ്, പ്രശ്നമാണ്. എന്നാൽ കുഴപ്പമില്ല. എനിക്ക് സർജറി കഴിഞ്ഞപ്പോൾ ഒന്നും അത് വലിയ ബുദ്ധിമുട്ട് തരുന്ന ആദ്യത്തെ സർജറി ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് ബുദ്ധിമുട്ടായി. സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഫുഡ് ഞാൻ റൈറ്റ് ഹാൻഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഒരു കാര്യം യൂസ് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ കാര്യമൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഗുഡ്, കുഴപ്പമൊന്നുമില്ല. കൈ കുടിഞ്ഞ നല്ലതെന്നല്ല പറഞ്ഞത്. ബട്ട് എന്നാൽ എനിക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു വെബിനാർ, അതായത് എനിക്ക് തിങ്കളാഴ്ച രാവിലെ സർജറി, ഞായറാഴ്ച രാത്രി വെബിനാർ. അതായത് രാത്രി ഒരു 9 മണിയാകുമ്പോൾ തുടങ്ങി ഒരു 11:30 ആയപ്പോൾ 11:15 വെബിനാർ തീർന്നു. ഞാൻ നേരെ അവിടുന്ന് ഇറങ്ങി ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. രാവിലെ 6 മണിക്ക് തന്നെ സർജറിക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എത്ര സ്ട്രോങ് ആണ് എന്ന് എനിക്കൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. സോ നമ്മുടെ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. പലർക്കും, പല സ്റ്റുഡൻസിനോട് ഞാൻ ഫേസ് ചെയ്യുമ്പോൾ പലരും പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഞാനാണെങ്കിലും ഒരു നമ്മളുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോയ ടൈമിലാണ് ഈ ഒരു സിനാരിയോ നടന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെ ലൈക്ക് ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. പക്ഷേ എനിക്കിതിൽ നിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് ഞാൻ എന്താണ് എന്ന് എനിക്കറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ എല്ലാം നല്ലതെന്ന് കാണുക. അതുപോലെ തന്നെ നമുക്കത് നമ്മുടെ ഗോളിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ദാറ്റ്സ് ഇറ്റ്.